ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ ബസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ CPM-ൽ ഓൾറെഡി ഒരു ഗ്യാങ്ങിലുണ്ട്, ബസ്സിൻ്റെ ഗ്യാങ്ങിൽ. അപ്പോൾ നമ്മൾ ബസ്സിലും കൂടി ഒരു ബസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ZS3 എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ഒരു പ്രൈവറ്റ് ബസ്സിലാണ്. നമ്മളെ ചങ്ങായിനോട് പറഞ്ഞപ്പോൾ വേറെ ഏത് വണ്ടിയും കിട്ടിയില്ല, നമുക്ക് പോകാനപ്പോൾ ഒപ്പിച്ച് തന്നാണ് ഒരു പ്രൈവറ്റ് ബസ്. അപ്പോൾ എന്തായാലും അതിൽ നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് അത്യാവശ്യം ദൂരം കാര്യങ്ങളുണ്ട് നമ്മളെ ബസ് കിടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത് നോക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ സ്റ്റാർട്ടാക്കി. എന്തായാലും ഇനി നമുക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മളെ ബസ് ഇതാ കിടക്കും കേട്ടോ. നമ്മൾ സൂപ്പർ സോണിക് എന്നാണ് ബസ്സിൻ്റെ പേര്. അടിപൊളി ബസ്സാണ്, ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. സ്റ്റിയറിങ് ഏതാണ്ട് അശോക് ലൈലാൻഡിൻ്റെ ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പകുതിക്ക് എത്തിയിട്ട് ബാക്കി കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇവിടെ കണ്ട കുറേ ലോറികളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉള്ള ഒരു അടിപൊളി സിറ്റിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എവിടെയും പാർക്കിംഗ് ഉണ്ടോ നോക്കണം. നമ്മൾ ആ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്താണ് വീട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ചു. എന്തായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അവിടെ ഒരു സ്പേസ് ഉണ്ട്. എന്തായാലും ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഓണർ കൊടുക്കാൻ കാരണം ഒരു പുതിയൊരു വണ്ടി എടുത്തതായിരുന്നു. ZS3 പ്രകാശ് എന്ന് വർക്ക് ചെയ്തതാണ്. ഇങ്ങനെ ഓൾക്ക് എന്തൊക്കെ ഇഷ്യൂ ആയിട്ട് ക്യാഷിന് അത്യാവശ്യമായിട്ട് ഒരു വണ്ടി കൊടുക്കണം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത് കണ്ട് പറഞ്ഞു എനിക്ക് ആവശ്യമുണ്ട് പറഞ്ഞു. എന്തായാലും നമുക്ക് അവരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് അവരുടെ വീട്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലം തന്നെയാണ്. ഇവിടെ എവിടെയാണ് ബസ് എടുക്കേണ്ടത് പറഞ്ഞാൽ ആദ്യം എന്തായാലും നമുക്ക് പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആക്കിയിട്ട് ബസ് എടുത്തിട്ട് പോവാം. ഗൈസ്, ഇതാണ് ആ വീട്. അത്യാവശ്യം വലിയ വീടാട്ടോ. എന്തായാലും ഓൾക്ക് ക്യാഷിന് അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഓൾ വണ്ടി കൊടുക്കാൻ കാരണം. ഓക്കെ ഗൈസ്, ഇത് നമ്മളങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബസ് കാണിച്ചു തരാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് സംഭവം. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. നെയിം ബോർഡൊക്കെ ഓലെ തന്നെ റിമൂവ് ആക്കി അപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, അത്യാവശ്യം വലിയൊരു ഗ്യാരേജാണ്, നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഞാൻ വണ്ടി കാണിച്ചു തരാം ഇറങ്ങിയിട്ട്. ഇൻറ്റീരിയറൊക്കെ അടിപൊളി ആട്ടോ. ഇതാണ് നമ്മളെ വണ്ടി. ലിപ്പൊക്കെ പോലെ കയറ്റി വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൾക്ക് ക്യാഷിന് അത്യാവശ്യമായപ്പോൾ കൊടുത്ത്. അങ്ങനെ ഗൈസ്, നമ്മളെ വണ്ടീൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം നമ്മളെ വണ്ടി ഏതാന്ന്. വർക്ക് ഫുള്ള് കഴിഞ്ഞു. ലവിത്ത് ആൻഡ് ഹോളിഡേയ്സിൻ്റെ ഒരു അത്യാവശ്യം നല്ല വർക്കുള്ളൊരു വണ്ടി തന്നെയാണ്. ആ സൈഡിലാണ് വണ്ടി ഇറക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, ഇവിടെ അത്യാവശ്യം വലിയൊരു ഗ്യാരേജാണ്, വേറെ വണ്ടികളൊക്കെ വരലുണ്ട്. എൻ്റെ മോനെ എന്താ നമ്മളെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ എഡിഷൻ നെയിം പറയുന്നത് ഫാൽക്കണാണ്. ZS3 BS6 ലൈലാൻഡിൻ്റെ ബോഡി. അത്യാവശ്യം കിടില വണ്ടിയാണ്. കണ്ട മഴയും പെയ്തു. ഇനി വണ്ടി കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല, ചെറിയ ചളിയൊക്കെ ആയി ഉണ്ടായിരുന്നു. നമ്പറൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ലിപ്പ് ഗ്രാഫിക്സ് അത്യാവശ്യം അടിപൊളി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുള്ള എല്ലാ ട്രിപ്പും ഇതിലായിരിക്കും. എല്ലാ ട്രിപ്പും ഇതിൽ തന്നെ ആയിരിക്കും. പിന്നെയും കുറേ ട്രിപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നമ്മൾ ഒരു അടിപൊളി ബസ്സാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കിടിലം വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്.